ഒരു 6 മുതൽ 10 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസിന് പൊതുവേ കാണുന്ന ഒരു പ്രശ്നമാണ് മാത്സിൽ അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആൻഡ് എഫക്റ്റീവായിട്ട് എങ്ങനെ സോൾവ് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അതിലാദ്യം അവർ സ്ഥിരമായിട്ട് കാണുന്ന കുറച്ച് സാധനങ്ങൾ ഉണ്ടാവും അല്ലേ, ബീഡ്സോ ബീൻസോ ബട്ടൺസോ അങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന അവർ കാണുന്ന സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പഠിപ്പിക്കാം. ഇപ്പോൾ ഈ ഇമേജിൽ കാണുന്ന പോലെ 2 കോഫി ബീൻസ് പ്ലസ് 2 കോഫി ബീൻസ് ഈസ് ഈക്വൽ ടു 4 എന്ന് പറയുമ്പോൾ അവർക്ക് അറിയാം 2 + 2 ഈസ് ഈക്വൽ ടു 4 എന്നുള്ളത്. അതുപോലെ നമ്പർ ലൈൻസ് യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാം. നമ്മളൊരു ചാർട്ടിലോ അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് കാർഡിലോ നമുക്ക് നമ്പർ ലൈൻ ആദ്യം വരച്ച് വെക്കാം. എന്നിട്ട് ഇപ്പോൾ ഒരു 3 + 2 ആണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 3 എന്നുള്ളൊരു നമ്പറിൽ നമ്മൾ ആദ്യം ഒരു പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് പോയിന്റ് ചെയ്യുക. എന്നിട്ട് 3 + 2 ആയതുകൊണ്ട് 2 അവിടെ അഡീഷനാണ് വരുന്നത്. അപ്പോൾ ഫോർവേഡ് ആയിട്ട് 2 യൂണിറ്റ് ജമ്പ് ചെയ്യുക. അപ്പോൾ 3 - 2 ആണ് എന്നുണ്ടെങ്കിൽ 3ൽ നമ്മൾ പോയിന്റ് ചെയ്തതിന് ശേഷം -2, അപ്പോൾ സബ്ട്രാക്ഷൻ ആണ് അവിടെ വരുന്നത് അല്ലേ. അപ്പോൾ അതിനകത്ത് പിന്നോട്ട് ബാക്ക്വേർഡ് ആയിട്ട് 2 യൂണിറ്റ് ജമ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ ഫ്ലാഷ് കാർഡ്സും ഡൈസും യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കാം, ഗെയിംസ് പോലെ സെറ്റ് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റുഡൻറ്റിന് ഒരു പ്രോബ്ലം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ ഫിസിക്കലായിട്ട് അവർ കാണാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഒരു പ്രോബ്ലം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ ബുക്കിൽ വായിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് ആയിരിക്കും അവരെ റിയൽ ലൈഫുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് പഠിപ്പിക്കുന്ന സമയത്ത്. അങ്ങനെ ഈ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ പോലെ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിൽ വലിയൊരു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഷോപ്പിംഗ് ബില്ല് വെച്ചിട്ട് നമുക്ക് പഠിപ്പിക്കുന്നത്. നമ്മളൊരു സ്റ്റുഡൻറ്റിനെയും കൊണ്ട് നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം സാധനം മേടിക്കും അല്ലേ. അപ്പോൾ ഓരോ സാധനത്തിനും എത്ര രൂപയായി, എല്ലാം കൂടി ടോട്ടൽ എത്ര രൂപയായി, നമ്മൾ എത്ര രൂപയാണ് ആ കടക്കാരന് കൊടുത്തിട്ടുള്ളത്, അയാൾ എത്ര രൂപ ബാക്കി തിരിച്ചു വന്നു, ഇതിനകത്ത് ഒരുപാട് അഡീഷൻസും സബ്ട്രാക്ഷൻസും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ യൂസ്. നമ്മൾ ഈ ഒരു അഡീഷൻ സബ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം, ഈ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ പഠിച്ചുകൊണ്ട് എന്താണ് നമുക്ക് ഗുണമുള്ളത്, റിയൽ ലൈഫിൽ നമുക്ക് എന്താണ് ഗുണമുള്ളത് എന്നുള്ളതും അതുപോലെ കുറച്ചുകൂടി കണക്റ്റഡ് ആയിട്ടും കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ട് ആ കുട്ടിക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റും. ഇത് 1-2 ദിവസം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ കുട്ടിക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നവരെ, കുട്ടിക്ക് സ്വയം ചെയ്യാൻ പറ്റുന്നതുവരെ നമ്മൾ ആ കുട്ടിയുടെ കൂടെ ഇരുന്ന് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക. ആ കുട്ടിയുടെ അടുത്ത് നമ്മൾ പ്രോഗ്രസ് കാണുന്ന സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ചെയ്യാനും മുന്നോട്ട് പോകാനുള്ളൊരു എനർജിയും കൂടി കിട്ടും. താങ്ക് യു.